ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി സെക്കൻഡ് സെമ്മിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിൽ 6ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി, മലയാളം സബ്ജക്റ്റുകളുടെയൊക്കെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. BA-ക്കാരുടെ ഫസ്റ്റ് സെക്കൻഡ് സെമ്മുകളുണ്ട്. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. കാരണം പേയ്മെൻ്റ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് 6ാമത്തെ യൂണിറ്റ് ഈസ്റ്റ്വാർഡ് എക്സ്പാൻഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ജനപദ എന്നാണ്. അതായത് കിഴക്കോട്ടുള്ള വ്യാപനവും ജനപദങ്ങളുടെ രൂപീകരണവുമാണ്. നോക്കാം, അതിലൊരു കഥയാണത്. ആദ്യം പറയും, വിദേഹമാധവൻ്റെ ഒരു കഥ ആണ് അത്. പിന്നെ ഇന്തോ ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനം, ഈ ശതപഥ ബ്രാഹ്മണത്തിലെ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തിൽ പരാമർശിക്കുന്നതാണ് ഇവരുടെ കിഴക്കോട്ടുള്ള വ്യാപനം. അത് വിദേഹമാധവൻ്റെ കഥയിലൂടെയാണ് ആ ഒരു ഐതിഹ്യത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് മാധവൻ എന്ന ബ്രാഹ്മണന് സരസ്വതി നദിയുടെ തീരത്ത് നിന്ന് ബദരി നദിയിലേക്ക് യാത്ര തുടരുക. വിദേഹ വരെ അദ്ദേഹം യാത്ര ചെയ്തെത്തി. അതിനാൽ അദ്ദേഹത്തിന് വിദേഹമാധവൻ എന്നൊരു പേര് ലഭിച്ചു. അങ്ങനെ വിപുലീകരണ യാത്രയിൽ, അതായത് ഞാൻ നടന്നെത്തുന്നത് വരെ എന്താണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വിപുലീകരണ യാത്രയിൽ മാധവൻ പവിത്രമായ അഗ്നി വഹിച്ചിരുന്നു. വിശ്വാസമാണ്, ഐതിഹ്യമാണ് കേട്ടോ. അഗ്നി വഹിച്ചുകൊണ്ടിരുന്ന ആ പ്രദേശം ചതുപ്പ് നിറഞ്ഞതും അഗ്നി സ്പർശിക്കാത്തതുമായതുകൊണ്ട് അദ്ദേഹം ബദരി നദി അല്ലെങ്കിൽ ബദനീര നദിയിലെത്തി അവിടെ നിർത്തി. അഗ്നിദേവൻ എന്ത് ചെയ്തു, ബദനീര നദിയുടെ മറുകരയിലെ സസ്യജാലങ്ങൾ വെട്ടിമാറ്റിയതിനാൽ ഗോത്രക്കാർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായി. അങ്ങനെ ബദനീര പിന്നീട് വിദേഹ കോശല രാജ്യങ്ങളുടെ അതിർത്തി വരെ എത്തി എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കിഴക്ക് ഇടതൂർന്ന സസ്യങ്ങളുള്ള ഗംഗാസമതലത്തിലേക്ക് അദ്ദേഹം തൻ്റെ ഗോത്രത്തെ അങ്ങോട്ട് നയിച്ചു. ഇതാണ് കിഴക്കൻ ഇന്ത്യയിലെ വിദേഹ രാജ്യത്തിൻ്റെ ആര്യവൽക്കരണ സിദ്ധാന്തമായിട്ട് പോലും അറിയപ്പെടുന്നത്. ഇതിൽ ചോദ്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇടയിൽ വൺ വേർഡ് വരുമ്പോൾ ഈ കഥകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾ ടീച്ചർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണമെന്ന് വിചാരിച്ചത് കാണാൻ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. വലിയ essay ക്വസ്റ്റ്യനിലോ 2 മാർക്ക് 5 മാർക്കിലൊന്നും ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടൊന്നും ചോദിക്കുന്ന കാണാനില്ല കേട്ടോ. അപ്പോൾ നോക്കുക, 2 വഴികളിൽ നിന്ന് ആളുകളുടെ കുടിയേറ്റം താമസവും കൊണ്ടാണ് ഗംഗാ താഴ്വര ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളതായി മാറിയത് എന്നാണ് റോമില താപ്പർ പറയുന്നത്. വിദേഹമാധവൻ വടക്കൻ പാതയിലൂടെ സഞ്ചരിച്ചു. എന്നാൽ രണ്ടാമത്തെ സംഘം എങ്ങനെയാണ്, യമുന, ഗംഗ എന്നിവയുടെ തീരം വരെ പിന്തുടർന്നെത്തി. ഈ വിഭാഗത്തെ ശർമ്മ, സരസ്വത, അതുപോലെ ദുർശദ്വത എന്നിങ്ങനെ 2 പേരുകളിലാണ് വിശേഷിപ്പിച്ചത്. അതെന്താണെന്ന് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാം കേട്ടോ. ഇനി നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ദ ലേറ്റർ വേദിക് പീപ്പിൾ, പിൽക്കാല വേദജനതയുടെ വികാസത്തെക്കുറിച്ചാണ്, അതായത് അവരുടെ ഏരിയകളുടെ വികാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പിൽക്കാല വേദകാല ജനത പഞ്ചാബിൽ നിന്ന് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഗംഗ, യമുന നദിയുടെ ദോവാബ് എന്നിവ കീഴടക്കി എന്നാണ് പിൽക്കാല വേദഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രദേശത്തിൻ്റെ മേധാവികളായിട്ട് മാറി. സരസ്വതി, ദൃശദ്വതി നദികളുടെ തീരത്താണ് ഇവർ ആദ്യം താമസമാക്കിയതെന്നാണ് ശർമ്മയുടെ അഭിപ്രായം. ശർമ്മ എല്ലാത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ അഭിപ്രായം. താമസിയാതെ അവർ ഡൽഹിയും ദോവാബിൻ്റെ മുകൾ പ്രദേശങ്ങളും കൈവശപ്പെടുത്തി. ഈ പ്രദേശം കുരുക്ഷേത്ര അല്ലെങ്കിൽ കുരുക്കളുടെ നാട് എന്നാണ് അറിയപ്പെട്ടത്. ക്രമേണ അവർ പാഞ്ചാല വിഭാഗവുമായിട്ട് കുരുക്കൾ ലയിച്ചു. ഈ കൂട്ടരുടെ പാഞ്ചാലയുടെ അധികാരം ഡൽഹിയിലും ദോവാബിൻ്റെ മുകൾ ഭാഗങ്ങളിലും മധ്യഭാഗങ്ങളിലുമായിട്ട് വ്യാപിച്ചു. ആ ഒരു വിഭാഗത്തിൻ്റെ കുരുക്കൾ അവരുടെ തലസ്ഥാനം ഹസ്തിനപുരിയിൽ, ഇന്നത്തെ മീററ്റിനാണ് പഴയ ഹസ്തിനപുരിയിൽ സ്ഥാപിച്ചു. പാഞ്ചാലന്മാരുടെ രാജ്യം ആധുനിക ബറേലി, ബദൌന്, ഫറൂഖാബാദ് എന്നിവ ഉൾപ്പെട്ടതായിരുന്നു. സരസ്വതി അതുപോലെ ദേശദ്വതി നദികളുടെ തീരത്തേക്കുള്ള കുടിയേറ്റത്തെയും സെറ്റിൽമെൻറ്റിനെയും കുറിച്ച് ശ്രൗതസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അവരുടെ കുടിയേറ്റത്തിനിടയിൽ ഇവർ 2 നദികളെ കണ്ടുമുട്ടുന്നുണ്ട്. സരസ്വതി നദിയുടെ തീരത്തുകൂടി നടന്നവരെ സരസ്വത എന്നും ദൃശദ്വതി നദിയുടെ തീരത്തുകൂടെ പോയവരെ ദർശദ്വത എന്ന പേരിലും വിളിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ 2 ഭാഗമാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെ വിവരിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ 2 ടീമാക്കി
പിന്നെ വിഭജിച്ചു. ഇവിടെ ഒന്നും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊന്നും വന്നത്തോളം ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കാണാനില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന നിലയ്ക്ക് ഇത് ഹിസ്റ്ററി പരീക്ഷ എഴുതാൻ മാത്രമല്ലാതെ പഠിക്കുന്നവരുണ്ടാവുമല്ലോ, കൂടുതൽ കാര്യങ്ങളെ അറിയാൻ വേണ്ടി അവരുദ്ദേശിച്ചുകൊണ്ടാണ് അതൊക്കെ വിവരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ഒന്ന് വെറുതെ വായിച്ചിട്ട് പോയാൽ മതി. പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ വൈദിക ജനത കിഴക്കൻ ഉത്തർപ്രദേശിലെ കോസലം വരെയും വടക്കൻ ബീഹാറിലെ വിദേഹ വരെയും വ്യാപിച്ചു. ഇതിനിടയിൽ ഇവരെ BRW സംസ്കാര ജനതയെയും OCP സംസ്കാര ജനതയെയും കണ്ടുമുട്ടിയെന്നാണ് DN ഝാ അഭിപ്രായപ്പെടുന്നത്. RS ശർമ്മയും ഇതെന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വീക്ഷണം അനുസരിച്ച്, അതായത് ഒരു ടീമിൻ്റെ വീക്ഷണം അനുസരിച്ച് ആര്യന്മാരുടെ കുടിയേറ്റത്തിൻ്റെ പ്രധാന മാർഗം ഹിമാലയൻ മലനിരകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യത്തിലെ തീ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ചതായിട്ട് സൂചനയുണ്ട്. ഈ സൂചന കുടിയേറിപ്പാർക്കുന്ന പോരാളികളായ പുരോഹിതന്മാരുടെ പുതിയ വാസസ്ഥലങ്ങളുടെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബീഹാർ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശം പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഐതിഹ്യത്തിൽ സൂചിപ്പിക്കുന്നത്. ചില മേഖലകളിലെ കാടുകൾ വെട്ടിത്തെളിയിക്കാൻ ഇരുമ്പ് മഴു ഉപയോഗിച്ചതായിട്ടും ഝാ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്രാഞ്ചി, ഖേര, ജഖേര എന്നിവിടങ്ങളിൽ നിന്ന് ഇരുമ്പ് ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇനി നമ്മളിതിൽ പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ചോദ്യം വരാനുള്ള ഏരിയയിലേക്ക്, മെയിൻ ചോദ്യങ്ങൾ വരാനുള്ള ഏരിയയിലേക്ക് ജനപദങ്ങളാണ്. എന്താണ് ജനപദങ്ങൾ? ഋഗ്വേദ സമൂഹം വംശപരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗോത്ര സമൂഹമാണെന്നാണ് ചരിത്രകാരന്മാർ ഉറപ്പിച്ച് പറയുന്നത്. ഋഗ്വേദത്തിലെ ജന, വിസ്, ഗണ, ഗ്രാമ, ഗൃഹ്യ, കുല, വ്രത, സർദ്ധ തുടങ്ങിയ പദങ്ങൾ അതിൻ്റെ ഗോത്ര സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നവർ അഭിപ്രായപ്പെടുന്നു. ശർമ്മയുടെ അഭിപ്രായത്തിൽ ജന എന്ന വാക്ക് 5 ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബന്ധുത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ യൂണിറ്റായിട്ടാണ് ഈ ജനയെ കണക്കാക്കുന്നത്. ഇത്തരം യൂണിറ്റുകൾ ഒരു പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയപ്പോൾ അതിനെ ജനപദം എന്ന് വിളിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജനപദത്തെ നിർവചിക്കുന്നത് ക്ഷത്രിയ ഭരണാധികാരികളുടെ കീഴിലായിരുന്ന പ്രാദേശിക രാജ്യങ്ങൾ എന്നാണ്. അതായത് ക്ഷത്രിയരായ ഏതോ രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന പ്രാദേശിക രാജ്യങ്ങളാണ് ജനപദം എന്നാണ് ശർമ്മ അതിന് കൊടുത്തിട്ടുള്ള നിർവചനം. വേദാനന്തര കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ യൂണിറ്റായിട്ടാണ് ശർമ്മ ഈ ജനപദത്തെ കണക്കാക്കിയത്. അങ്ങനെ അഭിപ്രായങ്ങളായിട്ട് തന്നെ നമുക്കിതിൽ പറയാൻ കഴിയൂ കേട്ടോ. അതായത് ഒരു ഉറച്ച തീരുമാനം ഇതിൽ പറയുന്നില്ല. താപ്പർ പറയുന്നതനുസരിച്ച്, റോമില താപ്പർ പറയുന്നതനുസരിച്ച് വംശത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അവർ താമസമാക്കിയ പ്രദേശത്തെ ജനപദം എന്ന് വിളിച്ചു എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ജനപദം എന്നതിൻ്റെ അർത്ഥം ഗോത്രം കാലുകുത്തുന്ന ഇടം അല്ലെങ്കിൽ കാലുകുത്തിയ ഇടം എന്നാണ്. ഗ്രാമങ്ങളിലും വംശങ്ങളിലും ഗോത്രങ്ങളുടെ വലിയ യൂണിറ്റുകളിലും സ്ഥിരതാമസമാക്കിയ കുടുംബങ്ങൾ ഉൾപ്പെടുത്തി ജനപദങ്ങൾ ഒരു പ്രദേശമാണ് എന്നാണ് താപ്പർ കരുതുന്നത്. ആ പ്രദേശത്ത് നിയന്ത്രണം സ്ഥാപിച്ചിരുന്ന ഭരണവംശത്തിൻ്റെ പേരിലാണ് ജനപദങ്ങൾക്ക് പേര് കൊടുത്തിരുന്നത്. ജനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വേട്ടയാടലും കാലിമേക്കലും ഉൾപ്പെട്ടിരുന്നതുകൊണ്ട് അവരുടെ വാസസ്ഥലങ്ങളോട് ചേർന്നുള്ള വനപ്രദേശങ്ങൾക്ക് ജനയുടെ പേര് ലഭിച്ചു എന്നും താപ്പർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും അത്തരം പ്രദേശത്തിൻ്റെ യഥാർത്ഥ നിയന്ത്രണം കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ചെറിയ പ്രദേശങ്ങളിൽ ഒതുങ്ങുന്നു എന്നും അവരഭിപ്രായപ്പെടുന്നു. സെറ്റിൽമെൻറ്റ് ചെറുതായതുകൊണ്ട് ആ പ്രദേശം നിയന്ത്രിക്കുന്നതിന് ഒരു വംശീയ അധികാരം മതിയായിരുന്നു എന്നാണ് അവരുടെ വാദം. ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണം സ്ഥാപിച്ച ക്ഷത്രിയ പരമ്പരയുടെ പേരിലാണ് ജനപദങ്ങൾക്ക് പേരിട്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. താപ്പറുടെ അഭിപ്രായത്തിൽ കാകയന്മാർ, മദ്രാസ്, കുരുക്കൾ, കോസാലന്മാർ എന്നിങ്ങനെയുള്ള ഇവരൊക്കെ ഒരൊറ്റ കുലമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ചിലപ്പോൾ പാഞ്ചാലന്മാരെ പോലുള്ള കോൺഫെഡറസികളായിട്ടും ജനപദങ്ങൾ ഉണ്ടായിരുന്നു. പാഞ്ചാലൻ എന്ന് പറഞ്ഞാൽ 5 ഗോത്രങ്ങൾ ചേർന്നപ്പോൾ അങ്ങനെയുള്ള കോൺഫെഡറസികളായിട്ടും ഈ ജനപദങ്ങൾ ഉണ്ടായിരുന്നു. വനങ്ങളും കുന്നുകളും നദികളും അരുവികളും ജനപദങ്ങൾക്കിടയിലുള്ള അതിരുകൾ തീരുമാനിച്ചു. അല്ലാതെ അതിർത്തി നിശ്ചയിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വനങ്ങളെ അല്ലെങ്കിൽ കുന്നുകളെ, നദികളെ, അരുവികളെയൊക്കെയാണ് അവരുടെ ഓരോ പ്രദേശത്തിൻ്റെയും അതിർത്തികളായിട്ട് നിശ്ചയിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. പിൽക്കാല വേദകാലഘട്ടത്തിൽ പരാമർശിച്ച രാഷ്ട്ര എന്ന പദം കേവല അർത്ഥത്തിൽ ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. രാഷ്ട്ര എന്ന പദം പരിസ്ഥിതി എന്ന അർത്ഥത്തിലെ മണ്ഡലം അഥവാ അധികാരമണ്ഡലം എന്ന അർത്ഥത്തിലാണെന്ന് ഉപയോഗിച്ചിരുന്നതെന്നാണ് റോമില താപ്പർ വാദിക്കുന്നത്. ഇനി ദ എമർജൻസ് ഓഫ് ദ മൊണാർക്കി, രാജവാഴ്ചയുടെ ഉദയം. ഇതും പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. സീരിയസ് ആയിട്ട് നോക്കും. മറ്റേ പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. BC 6-ാം നൂറ്റാണ്ടോടെ രാഷ്ട്രീയ യൂണിറ്റുകൾ മാറാൻ തുടങ്ങിയതായിട്ട് ചരിത്രകാരന്മാർ മനസ്സിലാക്കി. അതായത് ഋഗ്വേദ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാവാൻ തുടങ്ങി. അങ്ങനെ രാജഭരണ വ്യവസ്ഥകൾ, അതിനെ രാജ്യകൾ എന്നാണ് കേട്ടോ വിളിച്ചിരുന്നത്. പിന്നെ അതുപോലെ പ്രഭുത്വ രാഷ്ട്രങ്ങൾ, ഗണങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് ഉത്തരേന്ത്യ സാക്ഷ്യം വഹിച്ചു വേദകാലഘട്ടത്തിൽ. ഈ രാഷ്ട്രീയ വ്യവസ്ഥകളിൽ ചിലത് ഗോത്ര സ്വഭാവം നിലനിർത്തി, മറ്റുള്ളവ രാഷ്ട്രപദവിയിലേക്ക് മാറുകയും ചെയ്തു.
പിൽക്കാല വേദകാലഘട്ടത്തിലെ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു ഭരതരും പുരുസും. ഭരതരൻ്റെ പുരുസ് കേട്ടോ. അവർ ചേർന്ന് കുരുസ് എന്ന പേര് രണ്ടൂട്ടിലൂടെ ചേർന്നുകൊണ്ട് കുരുസ് എന്ന പേരിൽ ഒരു പുതിയ കോൺഫെഡറസി രൂപീകരിച്ചു. കോൺഫെഡറസി എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. തുർവാശ ഗോത്രവും ക്രിവിസ് ഗോത്രവും ചേർന്ന് പാഞ്ചാലകൾ രൂപീകരിച്ചു. കാലക്രമേണ കുരുക്കൾ പാഞ്ചാലന്മാരുമായി ലയിക്കുകയും ഗംഗാ യമുന ദോവാബിന് മേൽ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ തലസ്ഥാനമായിരുന്നു ഹസ്തിനപുരം. ഇതാണ് ഹസ്തിനപുരം. പിൽക്കാല വേദകാലഘട്ടത്തിലെ ഗോത്ര രാഷ്ട്രീയത്തിൽ നിന്ന് വംശപരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രാദേശിക ഭരണകൂടത്തിലേക്കുള്ള പരിവർത്തനമുണ്ടായി എന്നാണ് ചരിത്രകാരന്മാർ ഊന്നി പറയുന്നത്. വിറ്റ്സലിൻ്റെ അഭിപ്രായത്തിൽ കുരുക്കൾ ആദ്യ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നത്. താഴത്തെ രാഷ്ട്രം കുരുക്കളുടേതാണെന്നാണ് വിറ്റ്സൽ പറയുന്നത്. ഒരു ഭരണകൂട വ്യവസ്ഥയിലേക്കുള്ള മാറ്റം രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രക്രിയ അവസാനിപ്പിച്ചു. എന്നിട്ടോ രാജവാഴ്ചയുടെ തുടക്കത്തിനത് അല്ലെങ്കിൽ രാജവാഴ്ചയുടെ ആവിർഭാവത്തിനും അതുപോലെ സംഘർഷവും താമസവും അതുപോലെ കൂട്ടുകെട്ടുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയൊരു വ്യവസ്ഥിതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു എന്ന് ഉപീന്ദർ സിംഗ് പറയുന്നുണ്ട്. പിൽക്കാല വേദകാലഘട്ടത്തിലെ രാജൻ ജനങ്ങളുടെ സംരക്ഷകനും യുദ്ധത്തിലെ നായകനുമായിരുന്നു. തുടർന്ന് പാരമ്പര്യ രാജ്യത്വം എന്നൊരാശയം രൂപപ്പെട്ടു. ആ രാജ്യത്വം എന്തായി പരമ്പരാഗതമായിട്ട് കൊടുക്കാൻ തുടങ്ങി. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഉത്ഭവവും ആ സ്ഥാപനങ്ങളെ നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങളും രാജ്യത്വത്തിൻ്റെ ആവിർഭാവത്തിന് എന്തായി അനുബന്ധമായിട്ട് അങ്ങനെ, അതായത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം അങ്ങനെ സംഭവിച്ചു. താപ്പർ, ശർമ്മ തുടങ്ങിയ ചരിത്രകാരന്മാർ ബ്രാഹ്മണർ രാജാവിൻ്റെ മേധാവിത്വത്തെയും അധികാരത്തെയും അംഗീകരിക്കണമായിരുന്നു എന്ന് വാദിച്ചു. രാജാവിൻ്റെ ദിവ്യശക്തി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. പിൽക്കാല വേദഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണം രാജാവും ദൈവവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെയും സാക്ഷ്യപ്പെടുത്തി. രാജാവ് ദൈവത്തിന് തുല്യനാണ് എന്ന് വിവിധ ആചാരപരമായ ചടങ്ങുകൾ സൂചിപ്പിക്കുകയും തുടർന്ന് രാജയെ ദൈവികമായിട്ട് നിയമിച്ചതായി അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് താപ്പറുടെ വാദം. രാജസൂയം, അശ്വമേധം, വാജപേയം തുടങ്ങിയ ആചാരങ്ങൾ രാജാവിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. പിൽക്കാല വേദകാലഘട്ടത്തിൽ ഈ ആചാരങ്ങൾ ശക്തിയെയും അധികാരത്തെയും പ്രതീകപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ സൂചിപ്പിച്ചു. അങ്ങനെ രാജ്യൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ മറ്റൊരു വശം കൂടുതൽ പ്രാധാന്യമുള്ള ഉൽപ്പാദന വിഭവങ്ങൾ നേടിയെടുക്കലായി മാറി. അങ്ങനെ സ്വമേധയാ ഉള്ള വഴിപാടിൽ നിന്ന് നിർബന്ധിത വഴിപാടിലേക്കുള്ള ഒരു അല്ലെങ്കിൽ നിർബന്ധിത വഴിപാടായിട്ട് ബലി മാറി. അതായത് ബലി അതെന്തായാലും രാജാവിന് സ്വമേധയാ തന്നിഷ്ടപ്രകാരം ആളുകൾ ബ്രാഹ്മണർ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് എന്തായി, അതൊരു നിർബന്ധിത വഴിപാടാക്കിയിട്ട് മാറ്റി. അതിൻ്റെ സ്വഭാവത്തിലെ മാറ്റം വളരുന്ന അധികാര ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. കുറച്ചേ ഉള്ളൂ, പക്ഷേ കൂടുതലും പഠിക്കാനില്ല. എല്ലാ ഭാഗത്തുനിന്ന് ആ ജനപദം മുതൽക്ക് ഇങ്ങോട്ടുള്ള ഭാഗത്തുനിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 മൊഡ്യൂളുകൾ ഹിസ്റ്ററി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.